അപ്പോൾ കുറേ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു കേസ് ഒരു നല്ലൊരു മൈക്ക് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ദൈവം സഹായിച്ച് ഇന്നൊരു മൈക്ക് വാങ്ങാൻ പറ്റി. അപ്പോൾ ഞാനും സോമും കൂടി വന്നിരിക്കുന്നത് നമ്മുടെ KSRTCൻ്റെ അടുത്തുള്ള പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ് കേസ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ട് ഒരു GoPro എന്ന് പറഞ്ഞൊരു ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇന്നാണ് കേസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടെ കഴിഞ്ഞ ആഴ്ച വന്ന് അന്വേഷിച്ചപ്പോൾ ഈ മൈക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ പോയിട്ട് കേസ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞങ്ങൾ വന്നത്. അപ്പോൾ നമുക്ക് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്ക് ലഭിച്ചിരിക്കേണ്ട കേസ്. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ വീഡിയോകളൊക്കെ നല്ല ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാനൊക്കെ കഴിയുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ. നമ്മളിത് എങ്ങനെയാണ് ഇതൊക്കെ യൂസ് ചെയ്യണമെന്നൊക്കെ അവർ തന്നെ അവിടെ അത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരികയാണ് കേസ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ കാണുന്നതിനകത്ത് 2 മൈക്ക് വരുന്നുണ്ട് കേസ്. പിന്നെ ഇത് ക്യാമറൻ്റെയാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ആ ചെറിയതാണ് 2 ബട്ടൺ മൈക്കുകൾ കിട്ടാം. അപ്പോൾ ബട്ടൺ മൈക്ക് മാഗ്നറ്റിക് ആണ്. അത് നമുക്ക് ഷർട്ടിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ആക്കാൻ പറ്റും. പിന്നെ നല്ല വിൻഡുള്ളവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് മൈക്കിന് മേലിടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് 2 ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേസ്. മാലയിൽ നമ്മളിത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കഴുത്തിലിട്ടിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് അവർ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ നല്ല കാറ്റുണ്ടെങ്കിൽ നമുക്കിത് മൈക്കിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നോയ്സ് റിഡക്റ്റ് ആവേണ്ട കേസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീടെത്തിയിട്ട് ഇതിൻ്റെ ഒന്നും കൂടി അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കേസ്. അപ്പോൾ നല്ല നിങ്ങൾ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിലാണ് കേസ്. വീടെത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. നമ്മൾ ഹൈവേയിലൂടെയൊക്കെ പോയി ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ നല്ല വിജനമായ സ്ഥലത്ത്, അതായത് നമ്മൾ മൈലാഞ്ചിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പാടങ്ങളുടെ നടുവ്, അവിടെയൊക്കെ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാനുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് എന്താ പറയുക ഇതുപോലൊരു മൈക്കും കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാട്ടെ കേസ്. മൈക്കിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. ഓക്കെ. ഇത് കുറയണനുസരിച്ച് അറിയില്ല. ഓക്കെ. ഇപ്പോൾ ഇത് ഫുൾ ചാർജ് ഉണ്ടാവും. നമ്മൾ അത്രയൊക്കെ നല്ല വീഡിയോസുകൾ എടുത്താലും അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയാണല്ലോ മെയിനായിട്ട് വേണ്ടത്. സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ആളുകൾക്ക് കാണാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചൊരു മൈക്ക് എന്ന് പറയുന്നത് ഒരു കുഞ്ഞം മൈക്കാണ് കേസ്. നമ്മൾ ഈ സൈഡ് കാണിച്ചു തരാം. അങ്ങനത്തെ ഒരു മൈക്കായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അധികം ഈ നോയ്സ് ക്യാൻസലേഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങൾ കുറേ ദിവസമായി ഒരു മൈക്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നൊരു മൈക്ക് വാങ്ങിയിരിക്കേണ്ട കേസ്. അപ്പോൾ നമുക്ക് ആ മൈക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. മൈക്ക് വെക്കാണ്ടാണ് കേട്ടോ. ഇനി ഞാൻ മൈക്ക് വെച്ചിട്ട് സംസാരിക്കാം, അത് എങ്ങനെയുണ്ട് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കേസ് നമുക്ക് ഇത് മെയിനായിട്ട് വാങ്ങാനുള്ള കാരണം നമ്മളിങ്ങനെ ഓരോ ട്രാവൽ വീഡിയോസൊക്കെയാണല്ലോ ഒരുപാട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീടുകളിൽ നിന്നൊക്കെ നമ്മൾ കുക്കിംഗ് വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കൂടി സൗണ്ട് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നതാണ് കേസ്. ഭയങ്കര നോയ്സാണ് നമ്മുടെ വീഡിയോസിൽ. അപ്പോൾ ഞാൻ പല വീഡിയോകളും കണ്ടപ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, ചില വീഡിയോസ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടാവും. പക്ഷേ ഞാൻ എന്താ പറയുക ആദ്യം വീഡിയോ എടുത്തിട്ട് നമ്മൾ അങ്ങനെയാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ മറ്റേ വോയിസ് വീട്ടിൽ പോയി ഇരുന്നിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്, റെക്കോർഡ് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ സൗണ്ടിൻ്റെ അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഹൈവേ കൂടെയാണ് കേസ് പോണത്. സൗണ്ടൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നോയ്സ് ക്യാൻസലായിട്ടുണ്ടാവട്ടെ കേസ്. അധികം നല്ല ക്ലാരിറ്റിയിലായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണ് ഞാനൊരു മൈക്ക് വാങ്ങണം എന്ന് ഇങ്ങനെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എന്താ പറയുക എൻ്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ വർഷമാണ് സൗമ്യ എനിക്കൊരു ഗിഫ്റ്റ് തന്നത്. ഒരു മൈക്ക് കേട്ടോ. ഏകദേശം ഒരു 2500 രൂപയുടെ ഉള്ളിലുള്ളൊരു മൈക്കായിരുന്നു. അത് ഒരു കുറ്റമൊന്നും പറയാനില്ല, നന്നായിട്ടുണ്ട് കേസ്. ഒരു വർഷം യൂസ് ചെയ്തപ്പോൾ എന്താ പറയുക അതിൽ, പക്ഷേ ഈ മൈക്കിന് അത്ര ക്ലാരിറ്റി അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കുമ്പോൾ. എന്നാലും കുഴപ്പമില്ല, ഒരു വർഷം നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ച ഒരു മൈക്കാണ്. അതും വയർലെസ് മൈക്കായിരുന്നു. ഇതും വയർലെസ് മൈക്കാണ്. ഇത് പെട്ടെന്നൊരു എന്താ പറയുക പെട്ടെന്ന് നമ്മൾ മൈക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആളുകളിൽ അറിയില്ല. നമുക്ക് അതൊക്കെയാണല്ലോ നോക്കേണ്ടത്. കാരണം എന്താ പറഞ്ഞാൽ ഒരു മൈക്കൊക്കെ വലിയ മൈക്കൊക്കെ കുത്തിയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനൊക്കെ ഒരു മടിയായിരിക്കും. അതായത് കണ്ണാടി സ്കൂളാണ് കേട്ടോ. നമ്മുടെ കാഴ്ചപ്പറമ്പ് ലുലു മാളിൻ്റെ അവിടെയുള്ള കണ്ണാടി സ്കൂളാണ്. ഇവിടെയൊക്കെ ഹൈവേയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. ഇവിടെയൊക്കെ ടേക്ക് ഡൈവേഴ്ഷൻ മട്ട് എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡ് പണി നടക്കുകയാണ് ഹൈവേൻ്റെ മെയിനായിട്ടുള്ള അവിടെ. പിന്നെ നേരെയാണ് ലുലു മാൾ കേട്ടോ കേസ്. നമ്മുടെ പാലക്കാട് ലുലു മാളിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുകൊണ്ട് റൈറ്റ് സൈഡ് കണ്ടില്ല ഗൈസ്, നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പികൾ അവർ അടിപൊളിയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഗൈസ്. ഇനി നമ്മൾ മൈലാഞ്ചിപ്പാതയിലൊക്കെ പോയി നോക്കി അവിടെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ. ഓക്കെ ഗൈസ്, വെക്കുകയാണ്, നല്ല തിരക്ക്. അപ്പോൾ ഇനി വീഡിയോ എടുക്കണില്ല. ഓക്കെ ബൈ. ഇനി വേറെ അവിടെ പോയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതാണ് ജംഗ്ഷൻ, ലുലു മാളിൻ്റെ ജംഗ്ഷനാട്ടോ, കാഴ്ചപ്പറമ്പ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ ലുലു മാളിൻ്റെ ചെയ്തിട്ടുണ്ട് കേസ്. ഇപ്പോൾ ലുലു ജംഗ്ഷൻ, അതായത് ഈ കാഴ്ചപ്പറമ്പ് ജംഗ്ഷനേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ റോഡിൻ്റെ ഒരു ഇതും കൂടി ആയ കാരണം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷേ ഹൈവേ നല്ല രീതിയിൽ വരുന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് നിൽക്കാട്ടെ കേസ്. അടിപൊളിയാണ്. ലുലു മാളിൽ ഇപ്പോഴും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയിട്ട് കുറച്ചായി. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ലുലു മാളിൽ എന്തെങ്കിലും ഫംഗ്ഷനോ, അതായത് ഫംഗ്ഷനല്ല, എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞങ്ങളിപ്പോൾ പോകുന്നുള്ളൂ കേട്ടോ കേസ്. ആദ്യം ലുലു മാളിൻ്റെ വീഡിയോസ് എടുത്ത് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആയത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോ ലുലു മാളിൻ്റെ വീഡിയോകളും ഒക്കെ ഇട്ടിട്ടാണ് നമുക്ക് ചാനലൊന്ന് ഗ്രോത്ത് ആയത് കേട്ടോ കേസ്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈ വിഷുവിൻ്റെ വീഡിയോസ്, ഷോർട്സ് വീഡിയോസ് ഒരുപാട് പേരിലേക്ക് എത്തി ആ വീഡിയോ ഒക്കെ. അതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കേസ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ കേസ്. അതിനാണ് നമ്മൾ ഈ മൈക്ക് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് ഉള്ള ഈ സംസാരിക്കുമ്പോഴുള്ള ഈ ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തുടക്കക്കാരൊക്കെ ചെറിയ മൈക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മൾ കുറച്ചും കൂടി ആയി നമുക്ക് മോണിറ്റൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള മൈക്കുകളൊക്കെ വാങ്ങാൻ ശ്രദ്ധിക്കാതെ കേസ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേസ്. യാക്കരപ്പുഴ എത്തിയിട്ട് കേസ്. യാക്കരപ്പുഴ കഴിഞ്ഞതാണ് നമ്മുടെ ലോട്ടറി കട നേരെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ സൂര്യരശ്മി എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്ട് കേസ്. ഞങ്ങൾ സൂര്യരശ്മിയിൽ എത്തിയിട്ട് കേസ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അകത്തേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിലുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് സൂര്യരശ്മി സ്റ്റോർ പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലൊരു മൈക്ക് വാങ്ങണം എന്നുള്ളത്. ഇത് കണ്ടില്ലേ ഗൈസ്, പെട്ടെന്ന് നമുക്ക് അറിയില്ല. അത് കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് ഇത് ഇവിടെ വെക്കേണ്ടതല്ല. ശരിക്കും നമ്മൾ ഇത് തിരിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ബാക്കിലുള്ളത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇവിടെ ഈ മൈക്ക് കറക്റ്റ് ഈ ബട്ടൺസിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് മൈക്ക് വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ അടിപൊളി കൊള്ളാമല്ലേ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അത് ഉപയോഗിച്ച് നോക്കുമ്പോഴും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മുടെ എന്താ പറയുക ഐഫോണിലും ആൻഡ്രോയിഡിലും ഉപയോഗിക്കാനുള്ളതുണ്ടല്ലോ, അത് ഫോണുമായിട്ട് കണക്ട് ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. അത് ഈ മൈക്ക് നമ്മുടെ അതിൻ്റെ ബോക്സിൽ നിന്ന് നമ്മൾ എടുത്തു കഴിയുമ്പോൾ തന്നെ രണ്ടും കൂടി കണക്റ്റ് ആകും കേട്ടോ. പിന്നെ നമുക്ക് സുഖമായിട്ട് വ്ളോഗൊക്കെ ചെയ്യാം, പെട്ടെന്ന് വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും അടിപൊളി, ഭയങ്കര സന്തോഷം. ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇതുപോലെയൊക്കെ ഒരു മൈക്ക് വാങ്ങുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി. നമുക്കിതിൽ ഒരു മാലയായിട്ട് യൂസ് ചെയ്യേണ്ട കേസ്. ഒരു ചെയിൻ തന്നിട്ടുണ്ട്, അത് ഇതിൽ കണക്ട് ചെയ്ത് ഈ മാഗ്നറ്റിക് അതിൽ വെച്ചിട്ട് മാല പോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണിത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. യൂസ് ചെയ്തിട്ട് ഇനി പല വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട കേസ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ അപ്പോൾ നമ്മുടെ ഹോളി ലാൻഡ് ലാർക്ക് M2ൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് മൈലാഞ്ചിപ്പാത എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ഫുൾ പാടങ്ങളായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ചുറ്റും നോക്കിക്കുക ഗൈസ്, അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അനുമോളൊക്കെ വന്നിട്ടുണ്ട്. അനുമോളൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൈക്ക് കൈ പിടിച്ച് നിൽക്കാനുള്ള മൈക്ക് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് നല്ലതാണ്. ലാർക്ക് M2ൻ്റെ മൈക്ക് അനുവിൻ്റെ കയ്യിലാണ്. പിടിക്കണം. ഓക്കെ. പിന്നെ നമുക്കിതിൻ്റെ ഇപ്പം എങ്ങനെയുണ്ട് സൗണ്ട് ഒന്ന് നോക്കാട്ടെ ഗൈസ്. അപ്പോൾ കേട്ടല്ലേ ഗൈസ്, ഇപ്പോൾ നല്ല നോയ്സ് ഉണ്ട്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഇനി എങ്ങനെയുണ്ട് സൗണ്ട് എന്ന് നോക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതാണ് മൈക്ക്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഗൈസ്. ഇനി കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ട്രാക്ടറൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടല്ലേ, കണ്ടത്തിൽ എഴുതിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുകയാണ് കേട്ടോ. ഇത് മാഗ്നറ്റിക് ആണ്. അപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും കേട്ടോ ഗൈസ്. പിന്നെ നല്ല മാഗ്നറ്റിക് ആയിട്ടുള്ള സംഭവമാണ്. ഇനി നമുക്ക് ഈ മഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നോയ്സ് ക്യാൻസലേഷൻ ചെയ്തിട്ടാണ് ഗൈസ്. ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ക്ലാരിറ്റിയിലായിരിക്കും ഇപ്പോൾ കേൾക്കണമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ.
അടിപൊളിയായിട്ട് കേസ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആ കുട്ടികളും എല്ലാവരും ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ഈ വരമ്പത്തൂടെ ഇങ്ങനെ നടക്കും അല്ലേ. അടിപൊളിയാണ്. ഈ മൈലാഞ്ചി പാതയിൽ വന്ന് നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്. പക്ഷെ മഴക്കാറുണ്ട്. എന്താണ് ഓക്കെ അതെ കണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടാ. അപ്പോൾ കേസ് നോയ്സ് ക്യാൻസലേഷൻ ആണല്ലോ അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്നത്, ഇത് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞല്ലോ. അടിപൊളിയായിട്ട് മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ കുട്ടികളും എന്താ പറയുക ആളുകളെല്ലാം നടക്കാൻ പോകുന്ന സ്ഥലവും സൺസെറ്റൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി കാഴ്ചകളാണ്. പക്ഷെ ഇന്ന് മഴക്കാറ് കാരണം സൺസെറ്റൊന്നും ഇല്ലാലടാ അനു. അപ്പോൾ അനുവും പൊടിയൊക്കെ ഇന്ന് വിരുന്ന് വന്നിരിക്കാണ്ടാ. അത് അപ്പോൾ എൻ്റെ മരുമക്കൾ 2 പേരും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. പൊടി താഴെ ഇരിക്കുന്നുണ്ട്, അനുമോൾ ഇവിടെ ഉണ്ട്. അനുവിന് സ്കൂൾ തുറക്കാനായിട്ട് കേസ്. അനു 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്കാണല്ലോ അനു പോണ്. ഓക്കെ, പൊടിമോള് 4ൽ നിന്ന് ഇനി 5ക്കാണ് കേട്ടോ. അപ്പോൾ അവർ സ്കൂൾ തുറക്കണ മുമ്പ് എന്തായാലും നമ്മുടെ അങ്ങോട്ട് വന്നാണ് ഇല്ലടാ. ഓക്കെ, പിന്നെ എന്താണ്ട് അനു വിശേഷം? നല്ല വിശേഷം. അവള് ഞങ്ങൾ വീട് കെട്ടുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് കേസ്. അപ്പോൾ വീട് കെട്ടണ അതിൻ്റെ വാർപ്പ് കഴിഞ്ഞ് ഇലക്ട്രിക്കലൊക്കെ കഴിഞ്ഞല്ലോ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഇലക്ട്രിക്കലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ നല്ല അടിപൊളി. ആ നേരെ കാണുന്ന മലകൾ മലമ്പുഴയാണ് കേസ്. മലമ്പുഴ മലനിരകളാണ് നമ്മൾ കാണുന്നത്. മഞ്ഞൊക്കെ ഇങ്ങനെ വന്ന് അടിപൊളി. അവിടേക്ക് നല്ല വെളിച്ചവും ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പശുക്കളൊക്കെ അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകൾ നടക്കുന്നുണ്ട്. ഈ മൈലാഞ്ചികൾ നേരെ കാണുന്നത് മൈലാഞ്ചി കേട്ടോ. മൈലാഞ്ചി ചെടി ഇതിൻ്റെ ചുറ്റും ഫുൾ അങ്ങോട്ട് വരെ ഉണ്ട് കേസ്. അപ്പോൾ നേരെ സൗണ്ട് കുറച്ച് ദൂരം പോ. അപ്പോൾ കേസ് കുറേ ദൂരം, എത്രയോ മീറ്റർ നമുക്ക് ഒരു ദൂരം വരെ ഈ മൈക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗ അവിടെ നിൽക്കുകയാണ്. കുറച്ച് അങ്ങ് പോയിട്ടാണ് ഇപ്പോൾ എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സൗ ഒന്ന് ഇങ്ങോട്ട് എടുക്കുക. പിന്നെ അവളിപ്പോൾ അങ്ങ് കുറച്ച് ആ വരമ്പിൻ്റെ കുറച്ച് അങ്ങോട്ട് അറ്റത്ത് പോയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സൗണ്ട് നല്ല ക്ലാരിറ്റിയിൽ കേൾക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ കേട്ടിട്ടില്ല ഗൈസ്, നമ്മൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇല്ലട പൊടി അവിടെ നിന്ന് നിന്നാലും നമ്മുടെ സൗണ്ട് നല്ല ക്ലാരിറ്റിയിൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ സൈഡൊക്കെ ഒരുപാട് മൈലാഞ്ചി ഒരുപാട് ഈ പാടത്തിൻ്റെ സൈഡൊക്കെ കുറേ മൈലാഞ്ചി ചെടികളാണ് കേട്ടോ. അപ്പോൾ സൗമ്യ കുറേ ദൂരത്ത് നിന്നാണ് കേസ് എടുക്കുന്നത് നമ്മളല്ലേ അനു. ഇപ്പോൾ സൗണ്ട് വിചാരിക്കണ്ട അനു, എന്തായിരിക്കും നമ്മുടെ സൗണ്ട് കേൾക്കുമോ അതോ സൗണ്ട് കേൾക്കില്ലയോ? കേൾക്കും. അപ്പോൾ അനുവും പറയണത് കേൾക്കുന്ന പറഞ്ഞാൽ ഈ മൈക്ക് വാങ്ങാനുള്ള മെയിനായിട്ടുള്ള കാരണം ഈ നമ്മൾ ഓരോ വീഡിയോ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ചില വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ, അതുമല്ല വീട്ടിലാണെങ്കിൽ കൂടി ഈ ഫാനിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ധനലക്ഷ്മി. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ സൗണ്ട് ഉണ്ടല്ലോ, ഈ വിൻഡിൻ്റെ സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതൊക്കെ കൊണ്ടാണ് നമ്മളൊരു നമ്മളൊരു മൈക്ക് വാങ്ങാൻ കാരണമുണ്ട് കേസ്. അപ്പോൾ ഹോളിലാൻഡിൻ്റെ മൈക്ക് അടിപൊളി മൈക്കാണ്. എന്താ പറയുക, നമുക്ക് വ്ളോഗിങ്ങിനും എല്ലാത്തിനും അല്ലേ അടിപൊളിയാണ് കേസ്. നല്ല സൗണ്ട് ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും നമ്മളിനി നല്ല നല്ല മൈക്കൊക്കെ ആയില്ലേ, ഇനി നല്ല സൗണ്ടിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് കേസ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഹോളിലാൻഡ് അടിപൊളി ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് കുറേ ദൂരം പോകുമ്പോൾ അതിൻ്റെ സൗണ്ട് കിട്ടിയില്ലെങ്കിലും ഏകദേശം എത്രയോ മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാലേ കിട്ടാത്തുള്ളൂ. എന്നാലും നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല ദൂരത്തു നിന്ന് വീഡിയോ എടുക്കാൻ പറ്റും. അതെ, നമ്മൾ ഏകദേശം നമ്മൾ ഒരുപാട് ദൂരത്തൊന്നും പോയി എടുക്കില്ലല്ലോ, എന്തായാലും കുറച്ച് ദൂരത്തിലല്ലേ. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ്. അതെ. അപ്പോൾ ഹോളിലാൻഡ് മൈക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേസ്. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ, നമുക്ക് നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാമല്ലോടാനു. ഓക്കെ കേസ്, ബൈ. അപ്പോൾ കേസ് നമ്മളെ ഈ മൈക്കിൻ്റെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഒരുപാട് ദൂരത്തിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞ് നിന്നിട്ടാണ് പോകണതെങ്കിൽ അത് മൈക്ക് കട്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് തിരിയുമ്പോൾ മൈക്ക് ഓട്ടോമാറ്റിക്കായി കണക്റ്റ് ആയിട്ട് നമ്മുടെ സൗണ്ട് ദൂരത്തു നിന്നും കേൾക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ട് എന്താണെന്നറിയില്ല. നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് നല്ല കാറ്റുമുണ്ട് ഒന്നാമത്. പിന്നെ നമ്മൾ മൈക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നേരെ അങ്ങ് നടന്നു പോകുമ്പോൾ സൗണ്ട് ഇടയിൽ വെച്ച് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോൾ ഓക്കെ ആയി. തിരിച്ച് നിന്നപ്പോൾ തന്നെ സൗണ്ട് നമ്മൾ കണക്റ്റ് ആയിട്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ഹോളിലാൻഡ് മൈക്ക്. നല്ല ക്ലാരിറ്റിയോടുകൂടി ഇനി നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, നമുക്ക് നല്ല അടിപൊളി വീഡിയോസുകളൊക്കെ എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇല്ലടാ എനിക്കുട്ടാ.
അനുവൊക്കെ നല്ല സപ്പോർട്ടാണ് കേസ്. അനുവും പൊടിയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ അവർ നമ്മുടെ കൂടെ. അപ്പോൾ കേസ് ഇപ്പോൾ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ബ്ലൂ ആണ് കത്തുന്നത്. നമ്മളിവിടെയാണ് കേട്ടോ മൈക്കിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതിലൊരു സ്വിച്ചും കൂടി ഉണ്ട്, ഒരു മഞ്ഞ സ്വിച്ച് ഉണ്ട്. മഞ്ഞ സ്വിച്ചിൽ അമർത്തി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി സൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മഞ്ഞ സ്വിച്ച് അമർത്താൻ പോവുകയാണ് കേട്ടോ. കേട്ടേണ്ട അങ്ങനെ സംസാരിക്കട്ടെ കേട്ടോ. അപ്പോൾ കേസ് നമ്മൾ മഞ്ഞയിൽ ഒന്ന് അമർത്തിയപ്പോൾ എന്താ പറയുക പച്ച കത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണം കേട്ടോ കേസ്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷനൊക്കെ ഓൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. നമുക്ക് വണ്ടിയിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളും കൂടി നോക്കട്ടെ കേസ്. ആഹാ നല്ല രസമുണ്ട്, മയിൽ പറന്നു പോകണമെന്ന്. ഇവിടെ കുറേ മയിലുകളുണ്ട് കേട്ടോ കേസ്. ഈ പാടങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് നിറയെ മയിലുകളിനെ കാണാൻ പറ്റണ്ട. പണ്ടൊക്കെ മയിലുകൾ കാണെങ്കിലേ നമ്മൾ അവിടെ പഴനിക്ക് പോകണം. ഇപ്പോൾ ഇവിടെയൊക്കെ മയിലുകളെയൊക്കെ കാണാൻ പറ്റണ്ട. ഇത് കട്ട് ചെയ്ത് അപ്പുറത്ത് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വീടെത്താറായിട്ട് കേസ്. അപ്പോൾ എന്താ പറയുക, സൂര്യരശ്മിയിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങ് ദൂരെയാണ് ലുലു, കുറച്ചപ്പുറത്താണ്. പിന്നെ അങ്ങനെ നെല്ലിയാമ്പതി മലനിരകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കേട്ടോ. ഇപ്പോൾ പാടങ്ങളൊക്കെ ഇങ്ങനെയാണ്, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അല്ലേ. ഈ മഴയൊക്കെ ആകുമ്പോൾ വീണ്ടും പച്ചപ്പൊക്കെ ആവണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യേണ്ട കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.